ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുക്ക് ആൻഡ് വീലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ചെറിയൊരു എംബ്രോയിഡറി ഡിസൈനാണ്. അപ്പോൾ ഇത് ഞാൻ മോൾക്ക് വേണ്ടി തയ്ച്ചതാണ്. അപ്പോൾ ഒരു ലാച്ചയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നിങ്ങൾ തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു ഓഫ് വൈറ്റ് ആണ് നമ്മുടെ ഒരു സ്കേർട്ട് വരുന്നത്. അപ്പം ടോപ്പിൻ്റെ കളർ നല്ല ഭംഗിയുള്ളൊരു പച്ചയാണ് കേട്ടോ. പക്ഷേ ഇതിൽ കാണുമ്പോൾ വേറെ പച്ചയായിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ ഇതൊരു കുഞ്ഞൊരു ബ്ലൗസാണ്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രണ്ട് പോർഷൻ ഓപ്പണിംഗ് ഇല്ല, ഇതിൻ്റെ ബാക്ക് പോർഷനാണ് ഓപ്പണിങ് വരുന്നത്. നമ്മൾ എന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ സെൻറ്റർ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് ഇപ്പുറത്തേക്കും ഒരു 2.5 ഇഞ്ച് നമ്മൾ നീക്കിയിട്ട് 2 പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴെ നിന്നും ഒരേ അകലത്തിൽ തന്നെയായിട്ട് ഇത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതാണ് സെൻറ്ററായിട്ട് വരുന്നത്. അപ്പോൾ അതുപോലത്തെ 2 ഡിസൈനാണ് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ഫ്രെയിം വേണം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും ചെറുത് എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ പേൾ കോട്ടൺ ത്രെഡാണ്. അപ്പം പേൾ കോട്ടൺ ത്രെഡ് നമ്മൾ യെല്ലോയും അതുപോലെ തന്നെ ഒരു പിങ്ക് കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇത് 2 ലെയറായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതുപോലെ 2 ലെയറായിട്ട് നമ്മൾ കോർത്തിട്ടുണ്ട്. സെൻറ്ററിൽ ഒരു ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിന് ചുറ്റും നമ്മൾ ഇതുപോലെ തന്നെ പിങ്ക് കളറിലും ചെയ്ത് കൊടുത്തു. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവിടെ കുറച്ച് പോയിന്റ്സ് മാർക്ക് ചെയ്യാണ് നമ്മൾ. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടാക്കുകയാണ്.
ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഡിസൈൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, 2 സൈഡിലായിട്ടും. സെൻറ്ററിൽ ഇതുപോലെ ബുളിയൻ റോസ്, പിന്നെ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സും, പിന്നെ ലേസി സ്റ്റിച്ചും. ഈ രീതിയിലാണ് നമ്മൾ രണ്ടും ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതുപോലത്തെ സീക്വൻസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതിന് 25 രൂപയാണ് ഒരു പാക്കറ്റിന് വരുന്നത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഷൈനിങ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ വെച്ച് നോക്കിയതാണ്. അപ്പോൾ നമുക്കിത് ഫാബ്രിക്കിൽ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബ്ലൗസിൻ്റെ താഴ്ഭാഗം, അതായത് ഒരു ബോർഡർ പോലെ നമ്മളിവിടെ ഇതിൻ്റെ താഴ്ഭാഗത്ത് ചെയ്യുകയാണ്. അപ്പോൾ 2 ഷെയ്ഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രഞ്ച് നോട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത് ഇവിടെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ താഴ്ഭാഗം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് നമ്മളിങ്ങനെ ചെറിയൊരു ബോർഡർ പോലെ ഇങ്ങനെ 2 ഷെയ്ഡും വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഫ്രഞ്ച് നോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ഇതുപോലെ ചെറുതായി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈനിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് 2 സ്ലീവ്സിലും. ഇനി നമുക്ക് ഈ ഒരു സ്റ്റോൺ തന്നെ നമുക്ക് നെക്കിലും കൂടി ഒന്ന് ചെയ്യാനുണ്ട്.